മലയാളത്തിലെ ജനപ്രിയ നടനാണ് ദിലീപ്. വിദ്യാർത്ഥി ആയിരിക്കെ മിമിക്രിയിലൂടെയാണ് കലാരംഗത്തേക്ക് ദിലീപ് എത്തുന്നത്. കലാഭവൻ ഗ്രൂപ്പിലൂടെ മിമിക്രി രംഗത്ത് ദിലീപ് തിളങ്ങി നിന്നു. കാലത്ത് സഹസംവിധായകനായി സിനിമയിൽ നിന്നു. 1992 എന്നോടിഷ്ടം കൂടാമോ എന്ന സിനിമയിൽ ചെറിയൊരു വേഷത്തിലൂടെയാണ് സിനിമാ രംഗത്തേക്കുള്ള ദിലീപിൻ്റെ പ്രവേശനം. സഹനടനായും കോമഡി വേഷങ്ങൾ ചെയ്തും സിനിമാ രംഗത്ത് ദിലീപ് ഉയർന്നു. സിനിമയിൽ കോമഡി വേഷങ്ങൾ ചെയ്ത് ശ്രദ്ധേയമായ ഒരു നടനാണ് ദിലീപ്. അങ്ങനെ ഇരിക്കെയാണ് 1998 മഞ്ജു വാര്യർ എന്ന മലയാള സിനിമയിലെ ലേഡി സൂപ്പർ മഞ്ജു വാര്യരെ വിവാഹം ചെയ്യുന്നത്. വിവാഹത്തിന് ശേഷം മഞ്ജു സിനിമാ രംഗത്ത് നിന്ന് വിട്ടുമാറി ദാമ്പത്യ ജീവിതവുമായി വളരെ ഭംഗിയായി പോവുകയായിരുന്നു. ഇരുവർക്കും ഒരു മകളാണുള്ളത്, മീനാക്ഷി. നീണ്ട 14 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിൽ നിന്ന് 2015 ഇരുവരും വേർപിരിഞ്ഞു. മീനാക്ഷി ദിലീപിനോടൊപ്പമാണ്. 2016 നവംബർ 25 ദിലീപ് കാവ്യമാധവൻ താരജോഡികളുടെ വിവാഹം. മകൾക്ക് വേണ്ടിയാണ് ദിലീപ് വിവാഹം ചെയ്യുന്നത് എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. അതുപോലെ തന്നെ താൻ കാരണം പഴികേട്ട ഒരാളെ തന്നെ വിവാഹം കഴിക്കാനാണ് ദിലീപിന് തീരുമാനിച്ചത് എന്നും ദിലീപ് വ്യക്തമാക്കി. ദിലീപുമായുള്ള വിവാഹത്തിന് ശേഷം കാവ്യമാധവൻ സിനിമാ ലോകത്ത് നിന്ന് പിന്മാറി. 2018 ഒക്ടോബർ 19 ഇരുവർക്കും ഒരു കുഞ്ഞ് ജനിച്ചത്. പെൺകുഞ്ഞായിരുന്നു മഹാലക്ഷ്മി. മാമാട്ടി എന്ന മഹാലക്ഷ്മിയെ മീനാക്ഷിക്ക് അനിയത്തി മാത്രമല്ല, മകൾ പോലെ തന്നെയാണ് മീനാക്ഷി. ഇപ്പോൾ ഡോക്ടർ മീനാക്ഷിയാണ്. ദിലീപിൻ്റെ ആഗ്രഹം പോലെ തന്നെ പഠിച്ച് മിടുക്കിയ ഒരു ഡോക്ടറായിരിക്കുകയാണ് മീനാക്ഷി ദിലീപ്. അച്ഛൻ ദിലീപിനോടൊപ്പവും രണ്ടാനമ്മ കാവ്യമാധവനോടൊപ്പം മീനാക്ഷി വളരെ സന്തോഷവതിയായി തന്നെയാണ് പോകുന്നത്. സിനിമാ രംഗത്തേക്ക് ഇതുവരെ വന്നിട്ടില്ലെങ്കിൽ പോലും മീനാക്ഷിക്ക് വൻ ആരാധകർ തന്നെയുണ്ട്. അച്ഛൻ ദിലീപിനോടൊപ്പം നിൽക്കുന്ന കുട്ടിയാണെങ്കിൽ പോലും അമ്മയുടെ അതേ സ്വഭാവം തന്നെയാണ് മീനാക്ഷിക്ക് എന്നാണ് ആരാധകർ പറയുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത് ദിലീപ് മഞ്ജു വാര്യരെ പറ്റി പറയുന്ന വാക്കുകളാണ്. എൻ്റെ ആദ്യ ഭാര്യ മഞ്ജുവും ഞാനും ഭാര്യാഭർത്താവ് ബന്ധം മാത്രമായിരുന്നില്ല, ശക്തരായ സുഹൃത്തുക്കൾ കൂടിയായിരുന്നു എന്നാണ് ദിലീപ് മഞ്ജു വാര്യരെ കുറിച്ച് പറയുന്നത്. സോഷ്യൽ മീഡിയ മുഴുവൻ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന വാർത്തയാണ് ദിലീപ് മഞ്ജുവിനെ പറ്റി പറയുന്ന വാക്കുകൾ. ഞാനും എൻ്റെ ആദ്യ ഭാര്യയും തമ്മിലുള്ളൊരു സൗഹൃദം എന്ന് പറയുന്നത് അതൊരു ഭാര്യ ഭർത്തൃ ബന്ധമൊന്നുമായിരുന്നില്ല. അത്രയും ശക്തരായ കൂട്ടുകാരായിരുന്നു. എന്തും സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാരാണ്. അതുപോലെ ഉള്ള ഒരു സൗഹൃദബന്ധത്തിലാണ് ഇങ്ങനെയുള്ള ഒരു സങ്കടകരമായൊരവസ്ഥ ഉണ്ടായത്. അതിൽ വിഷമമുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, കഴിഞ്ഞ വിഷയമാണ്. പക്ഷെ അതിലേക്ക് കാവ്യയെ പിടിച്ചിട്ടാണ് പലരും പല വർത്തമാനങ്ങളും കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ന്യായീകരിക്കാനോ പറയാനോ, കാരണം ഞാൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്.